ഓം നമഃശിവായ. ഇന്ന് കുട്ടികൾക്കായി ഒരു ചെറിയ കഥ, ഹനുമാൻ സ്വാമിയുടെ സേതുബന്ധനം. ഇതാണ് കഥ. ലങ്കാദഹനം കഴിഞ്ഞ് സീതയോട് യാത്ര പറഞ്ഞ ഹനുമാന് എത്രയും വേഗം സമുദ്രം കടന്ന് മറുകരയിൽ എത്തണമെന്നതായിരുന്നു ചിന്ത. സമുദ്രത്തെ പെട്ടെന്ന് തരണം ചെയ്ത ഹനുമാൻ മഹേന്ദ്ര പർവ്വത ശിഖരത്തിൽ ഇറങ്ങി. തിരിച്ചുപോക്കിൽ യാതൊരുവിധ തടസ്സങ്ങളെയും നേരിടേണ്ടി വന്നിട്ടില്ല. മറുകരയിൽ ഹനുമാന്റെ സംഘത്തിലുള്ള മറ്റു വാനരന്മാർ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ലക്ഷ്യസ്ഥാനത്തെത്താറായപ്പോൾ മാരുതിയുടെ ഒരു ഗർജനമുണ്ടായി. അത് കേട്ട് അവർ തീർച്ചയാക്കി ഹനുമാൻ വന്നെത്തിയെന്ന്. അവർ ആർത്തുവിളിച്ച് മാരുതിയെ സ്വീകരിച്ചു. അവർക്ക് മനസ്സിലായി ഹനുമാൻ സീതയെ കണ്ടിട്ടുണ്ടെന്ന്. ഇല്ലെങ്കിൽ പിന്നെ സുഗ്രീവ സന്നിധിയിലേക്ക് പോകേണ്ടി വരില്ല. അത്രയും ഭയപ്പെട്ടിരിക്കുകയായിരുന്നു വാനരപ്പട. സീതാദേവിയെ കണ്ട കഥ ഹനുമാൻ ചുരുക്കത്തിൽ ജാമ്പവാനെയും മറ്റും പറഞ്ഞു കേൾപ്പിച്ചു. ഒട്ടും താമസിയാതെ ഹനുമാനും ജാമ്പവാനും മറ്റു വാനരന്മാരും സുഗ്രീവൻ്റെ അരികിലേക്ക് യാത്ര തിരിച്ചു. ഞാൻ സീതാമാതാവിനെ കണ്ടു, ഹനുമാൻ രാമലക്ഷ്മണന്മാരോടും സുഗ്രീവനോടും ഉറക്കെ പറഞ്ഞു. എന്നിട്ട് സീത അടയാളമായി നൽകിയ ചൂടാമണി ശ്രീരാമൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. ശ്രീരാമൻ മറ്റൊന്നും നൽകാനില്ലാതെ ഹനുമാനെ ആലിംഗനം ചെയ്തു. ഇനിയും താമസിയാതെ തന്നെ ദേവിയെ മോചിപ്പിച്ച് കൊണ്ടുവരണമെന്ന് ഹനുമാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. സീത എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ചു. കടലിനാൽ ചുറ്റപ്പെട്ട ലങ്കയിൽ. എങ്ങനെ സമുദ്രം തരണം ചെയ്യും എന്നതായി ചിന്ത. ഹനുമാന് ആകാശമാർഗം എളുപ്പത്തിൽ അത് സാധ്യമായി. എന്നാൽ മറ്റുള്ളവർക്കത് പറ്റില്ല. ശ്രീരാമൻ വ്യാകുലപ്പെട്ടിരിക്കുന്നത് കണ്ട സുഗ്രീവൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. എന്തിനും തയ്യാറായി നിൽക്കുന്ന ഈ വാനരപ്പട ഉള്ളപ്പോൾ ഒന്നും ഒരു വലിയ കാര്യമല്ല. ആഴിയിൽ ചിറകെട്ടി നമ്മൾ അപ്പുറം കടക്കും. സുഗ്രീവന് നല്ല വിശ്വാസമായിരുന്നു. ശ്രീരാമൻ സുഗ്രീവൻ്റെ പ്രസ്താവന അംഗീകരിച്ചു. ഇനി ഒട്ടും താമസിക്കേണ്ട, പുറപ്പെടാം എന്നായി ശ്രീരാമൻ. വാനരന്മാർ സന്തോഷത്താൽ തുള്ളിച്ചാടി അതിവേഗം യാത്ര തുടങ്ങി. രാമലക്ഷ്മണന്മാരെ തോളിലേറ്റിയും യാത്ര ചെയ്തും ഹനുമാനും കൂട്ടരും. അങ്ങനെ യാത്ര ചെയ്ത് അവർ മഹേന്ദ്രഗിരിയുടെ സമീപം സമുദ്രതീരത്തെത്തി. വാനരപ്പടയെ സ്വസ്ഥമായ ഒരു സ്ഥലത്ത് പാർപ്പിച്ച് രാമനും ലക്ഷ്മണനും അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ സങ്കേതത്തിലേക്ക് തിരിച്ചു. കടൽ കടന്ന് ലങ്കയിൽ പ്രവേശിക്കുവാൻ ശ്രീരാമൻ വരുണ ഭഗവാന്റെ സഹായം അപേക്ഷിച്ചു തപസ് ചെയ്തു. സമുദ്രലിംഗത്തിന് ഒരു മാർഗം നിർദ്ദേശിക്കുവാൻ വരുണനെ കഴിയൂ. എന്നാൽ തപസ് 3 ദിവസം പിന്നിട്ടു. പക്ഷേ വരുണൻ പ്രസാദിച്ചില്ല. ശ്രീരാമൻ കുപിതനായി. ലക്ഷ്മണനോട് തൻ്റെ വില്ലും ശരങ്ങളും കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. ഇനി വരുണനോട് ഒരു ദാക്ഷിണ്യവും വേണ്ടെന്ന് തീരുമാനിച്ച് വർദ്ധിച്ച കോപത്തോടെ അസ്ത്രങ്ങൾ അയക്കുവാൻ തുടങ്ങി. ഒടുവിൽ ബ്രഹ്മാസ്ത്രം കയ്യിലെടുത്തു. അസ്ത്രം അയക്കുന്നതിന് മുമ്പേ വരുണൻ പ്രത്യക്ഷപ്പെട്ട് ക്ഷമ ചോദിച്ചു. എന്നിട്ട് ലങ്കാപ്രവേശനത്തിന് കടന്നു പോകുവാനുള്ള വഴിയുണ്ടാക്കാൻ സഹായിക്കാമെന്ന് ഏറ്റു. സമുദ്രത്തിൽ സേതു നിർമ്മിക്കുന്നതിനായി വിശ്വകർമാവിൻ്റെ പുത്രനായ നളനെ ഏർപ്പാടാക്കി കൊടുക്കുകയും ചെയ്തു. നിർമ്മിക്കുന്ന സേതുവിനെ സമുദ്രം താങ്ങി നിർത്തുമെന്നും അങ്ങനെ ശ്രീരാമലക്ഷ്മണന്മാർക്കും വാനരപ്പടയ്ക്കും ലങ്കയിൽ നിഷ്പ്രയാസം എത്തിച്ചേരാമെന്നും വരുണ ഭഗവാൻ ഉറപ്പു നൽകി. എന്തുകൊണ്ട് നളനെന്ന വാനരനെ ചിറകെട്ടാൻ ഏൽപ്പിച്ചു? ഈ നളൻ വലിയ കുസൃതിക്കാരനായിരുന്നു. നമ്മുടെ ബാലഹനുമാനെ പോലെ. ബ്രാഹ്മണൻ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന സാളഗ്രാമങ്ങൾ കടലിലേക്ക് വലിച്ചെറിയുക അവൻ്റെ പതിവായിരുന്നു. കടലിൽ വീണാൽ സാളഗ്രാമങ്ങൾ താഴ്ന്നു പോകും. ഇതിൽ കുപിതരായ ബ്രാഹ്മണർ നളനെ ശപിച്ചു. അവൻ ജലത്തിൽ എറിയുന്ന സാധനങ്ങളെല്ലാം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കട്ടെ എന്നായിരുന്നു ശാപം. ഇവിടെ സേതുബന്ധനത്തിൽ നളൻ്റെ ശാപത്തെ ഉപകാരമാക്കിയെടുക്കാം.
എന്നതുകൊണ്ടാണ് നളനെ വരുണൻ നിർദ്ദേശിച്ചത്. നളൻ അത് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ മറ്റൊരു പ്രശ്നമുണ്ട്. ശ്രീരാമൻ തൊടുത്ത ശരം പിൻവലിക്കാനാവില്ല. ബ്രഹ്മാസ്ത്രമാണല്ലോ. അതിനെ ഏതെങ്കിലും ലക്ഷ്യത്തിൽ പതിപ്പിക്കണം. വരുണൻ്റെ നിർദ്ദേശപ്രകാരം ദ്രുമകുല്യ എന്ന പ്രദേശത്തേക്ക് ശരം വിട്ടു. വരുണൻ്റെ ശത്രുക്കളാണ് അവർ. സമുദ്രജലം കുടിച്ച് വറ്റിക്കുന്ന ഭീകരന്മാരായ ചോരന്മാർ എന്നാണ് വരുണ ഭഗവാൻ ഇവരെ പറയുന്നത്. വാനരസേന ആർത്തുല്ലസിച്ച് സേതു നിർമ്മാണം തുടങ്ങി. ഹനുമാൻ വലിയ പർവ്വത ശിഖരങ്ങളും മരങ്ങളും കല്ലുകളും കൊണ്ടുവന്ന് കൊടുക്കും. വലിയ വലിയ പാറക്കഷ്ണങ്ങളും കുന്നും മലകളും എല്ലാം കൊണ്ടു കൊടുക്കും. നളൻ അവയെ അടുക്കി പെറുക്കി ശ്രീരാമനാമം എഴുതി കടലിൽ അടുക്കി നിർത്തും. അങ്ങനെ വാനരസേന കഠിന പ്രയത്നം ചെയ്ത് 5 ദിവസം കൊണ്ട് കടലിന് കുറുകെ സേതു അല്ലെങ്കിൽ ചിറ നിർമ്മിച്ചു എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഉത്സാഹിച്ചാൽ ഏത് കാര്യവും നിഷ്പ്രയാസം സാധിക്കും എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സമുദ്രം എങ്ങനെ തരണം ചെയ്യും എന്ന ചോദ്യത്തിന് ഉത്തരമായി സേതു നിർമ്മിച്ചു. വാനരന്മാർ സന്തോഷത്താൽ തുള്ളിച്ചാടി. സമയം ഒട്ടും കളയാനില്ല. അവർ ലങ്കയിലേക്കുള്ള പ്രയാണം ആരംഭിച്ചു. ശ്രീരാമനെ ഹനുമാനും ലക്ഷ്മണനെ അംഗദനും തോളിലേറ്റി സേതുവിൽ കൂടി യാത്ര ചെയ്ത് വാനര സൈന്യം ലങ്കയിൽ എത്തിച്ചേർന്നു. ഇതാണ് കഥ. ബാക്കി അടുത്ത ദിവസം പറയുന്നതാണ്. ഓം നമഃ ശിവായ.